ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മല്ലു ട്രെയിനർ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിൽ ഇടുന്ന വീഡിയോ ഇൻസ്റ്റൻ്റായി നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൺ ചെയ്തു വെക്കുക. എന്താണ് ഫിറ്റ്നസ്? ഫിറ്റ്നസിൻ്റെ ഒഫീഷ്യൽ ഡെഫിനിഷൻ നോക്കുമ്പോൾ ഒരു വ്യക്തി ഫിസിക്കലി ഫിറ്റ് ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റിനാണ് നമ്മൾ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ വ്യായാമത്തിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോൾ വ്യായാമവും പൊതുവായ ശാരീരിക ക്ഷമതാ പരിശീലനങ്ങളും ഹിസ്റ്ററിയിലുടനീളം നിരവധി സംസ്കാരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗ്രീക്ക് സംസ്കാരത്തിനുള്ളിൽ പാൻഹെൽനിക് ഗെയിമുകളിലെ മികച്ച പ്രകടനത്തിനായി ശരീരത്തെ അച്ചടക്കമുള്ള അത്ലറ്റുകളെ കണക്കിലെടുക്കാതെ തന്നെ പല നഗര സംസ്ഥാനങ്ങളും ഓരോ പൗരനെയും ചില രീതിയിൽ വ്യായാമം ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചു. ഫിറ്റ്നസ് ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രമുഖ പങ്കുവഹിച്ച പുരാതന ഗ്രീസ് ആണെങ്കിലും ഹിസ്റ്ററിയിൽ ഉടനീളം എല്ലാ പ്രധാന സംസ്കാരങ്ങളിലും പൊതുവായ ഫിറ്റ്നസ് ഒരു സ്ഥാനം വഹിച്ചിരിക്കുക. ഫിറ്റ്നസ് ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് പുരാതന ഗ്രീസാണ്. BC 800 മുതൽ BC 600 വരെ സ്പാർട്ടയുടെ ശക്തിയുടെയും സ്വാധീനത്തിൻ്റെയും ഏറ്റവും ഉയർന്ന സമയത്ത് 7 വയസ്സുവരെയുള്ള ആൺകുട്ടികൾ യോദ്ധാക്കളാകാൻ കഠിനമായ ശാരീരിക പരിശീലനം നേടി. ഈ പരിശീലനത്തിൽ ഫിറ്റ്നസും പോരാട്ട പരിശീലനവും മത്സരാധിഷ്ഠിത അത്ലറ്റിക് ഗെയിമുകളുമായി യോജിക്കുന്നു. എപ്പിസ്കൈറോസ് പോലുള്ള ബോൾ സ്പോർട്സ് ഉൾപ്പെടെ കോവിഡ് മത്സരങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിലും യോദ്ധാക്കളുടെ ആരോഗ്യമുള്ള അമ്മമാരെ വളർത്തിയെടുക്കുന്നതിനായി പെൺകുട്ടികൾ ആൺകുട്ടികൾക്കൊപ്പം പരിശീലനം നേടി. മത്സരിക്കുന്നതിന് നീണ്ട കഠിനമായ പരിശീലനം സഹിക്കേണ്ടി വന്നു. ഉത്ഭവത്തിൻ്റെ ആദ്യ ദിവസം അവർ ഒളിമ്പിയയിലെ സിയോസിൻ്റെ പ്രതിമയ്ക്ക് മുന്നിൽ നിൽക്കുകയും ഒരു പ്രത്യേക ഭക്ഷണക്രമം പാലിക്കുമ്പോൾ ഗെയിമുകൾക്ക് കുറഞ്ഞത് 10 മാസമെങ്കിലും പരിശീലനം നേടിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു ആചാരപരമായ നേർച്ച ചൊല്ലുകയും വേണം. ശാരീരിക വിദ്യാഭ്യാസവും